രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ഏകീകൃത അന്വേഷണം നടക്കാൻ പോകുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘമാവും കേസുകൾ അന്വേഷിക്കുക. പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ AIG G പൂങ്കുഴലിക്കാണ് രണ്ട് കേസുകളുടെയും അന്വേഷണ ചുമതല. അനന്തകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. അനന്തൻ, ഗുഡ് മോർണിംഗ്. AIG പൂങ്കുഴലിക്കാണ് ഇതിന്റെ പ്രത്യേക അന്വേഷണ ചുമതല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ചോർന്നതായും മറ്റും പുറത്തേക്ക് വരുന്നുണ്ടോ? ഈ ഏകീകൃത അന്വേഷണം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഗുഡ് മോർണിംഗ് മോത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ട് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഒന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം. അതിനൊപ്പം തന്നെ രണ്ടാമത്തെ കേസ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള G പൂങ്കുഴലി മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക സംഘം. ആദ്യത്തെ കേസ് ബലാത്സംഗവും ഗർഭഛിദ്രവുമായിരുന്നു. ഈ കേസാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന്റെ പരിധിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്നതിന് പിന്നാലെ ഈ തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ട് കേസുകളുടെയും അന്വേഷണം ഏകീകൃത സ്വഭാവത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ G പൂങ്കുഴലി നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘത്തിന്റെ കീഴിലേക്ക് രണ്ട് കേസുകളും ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഈ കേസുകളുടെ അന്വേഷണ മേൽനോട്ടം നിർവഹിക്കും എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പരിധിയിലായിരുന്നു ആദ്യത്തെ കേസ്. നേമം സ്റ്റേഷനിലാണ് ആ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ആ കേസ് ആണ് ഇപ്പോൾ പൂങ്കുഴലിയുടെ കീഴിലുള്ള പ്രത്യേക സംഘത്തിന്റെ വക്കിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിന്റെ കുറച്ച് കാരണങ്ങളുണ്ട് അങ്ങനെ മാറ്റാൻ വേണ്ടി. അതിൽ പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ വേണ്ടി പാലക്കാട് കേന്ദ്രീകരിച്ച് പിന്നീട് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷിക്കാൻ പ്രത്യേക ടീം പോയിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ലഭിച്ചിരുന്നു എന്നാണ് ഒരു ആരോപണമുള്ളത്. അത് പോലീസ് ആസ്ഥാനത്തും അത്തരം സംശയമുണ്ട്. ഈ പോലീസ് ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന് വിവരങ്ങൾ ചോർന്നു കിട്ടിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അത് ഒരു കാരണമാണ്. മറ്റൊന്ന്, ഈ കൂടുതൽ സംഘത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചില്ല എന്നുള്ളൊരു പരാതി ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മറ്റൊന്ന്, ഈ കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ആസ്ഥാനത്തേക്ക് അത്തരം ചില പരാതികൾ നൽകാൻ സാധ്യതയുള്ളവർ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ പരാതികൾ കൂടി വന്നാൽ അതിൻ്റെയൊക്കെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ഒറ്റ ടീം അന്വേഷിക്കുന്നതാണ് നല്ലതെന്നാണ് ഈ പോലീസ് ആസ്ഥാനത്തെ വിലയിരുത്തൽ. അതിനൊപ്പം തന്നെ നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഹൈക്കോടതിയിലടക്കം നടക്കുകയാണ്. അപ്പോൾ ആ നിയമ നടപടികൾ കൈകാര്യം ചെയ്യാനും ഒറ്റ സംഘം ആണ് നല്ലത് എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ സാങ്കേതിക കാരണങ്ങൾ അതിന് നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകീകൃത അന്വേഷണമായിരിക്കും നല്ലത് എന്ന കണ്ടെത്തലിലാണുള്ളത്. അതുകൊണ്ടാണ് ഏകീകൃത അന്വേഷണമായി മുന്നോട്ട് പോകുന്ന ചുമതല AIG പൂങ്കുഴലിക്കാണ് നൽകിയിരിക്കുന്നത്. അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.